ഗെയ്സ് കോമ്പറ്റീഷന് ശേഷം ഇന്ന് എൻ്റെ 4ാമത്തെ ട്രെയിനിങ് ഡേ ആണ്. ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്ന ലെഗ് ഡേ ആണ്. സ്റ്റാർട്ടിങ്ങിൽ കാഫ് റൈസ് ആയിരുന്നു. ആഫ്റ്റർനൂണിന് ശേഷമാണ് ഞാൻ വർക്കൗട്ട് ഫോളോ ചെയ്യുന്നത്. കാഫ് റൈസ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ക്വാഡ്സിന് വേണ്ടി സ്പെഷ്യലി 2 എക്സസൈസ് വേരിയേഷൻ ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കോമ്പറ്റീഷൻ മുമ്പ് ഞാൻ ചെയ്ത ട്രെയിനിങ് സ്പ്ലിറ്റുമായിട്ട് നല്ല മാറ്റങ്ങളാണ് ഇത്തവണ ഞാൻ വരുത്താൻ പോകുന്നത്. കാരണം കോച്ച് എൻ്റെ അടുത്ത് ആൾറെഡി സജസ്റ്റ് ചെയ്തിരുന്നു വർക്കൗട്ട് പ്ലാൻ മാറ്റണമെന്ന്. അതനുസരിച്ചിട്ടാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. കാരണം 1.5 വർഷമായിട്ട് ഞാനൊരു വർക്കൗട്ട് പ്ലാനായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഇപ്പം ഞാൻ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റ് നിങ്ങൾ തീർച്ചയായും റിമൂവ് ചെയ്തിരിക്കണം. ഇത് മറ്റുള്ളവർക്ക് വളരെയധികം ഹെൽപ്പാവുന്നതായിരിക്കും. ചിലരൊക്കെ ലെഗ് പ്രൈസിൽ 200 kg വരെയൊക്കെ ഇട്ടിട്ട് എന്താണ് പ്ലേറ്റ് റിമൂവ് ചെയ്ത് അങ്ങ് പോകും. വേറൊരു വ്യക്തി വരും, ചിലപ്പോൾ ആ ഒരു വ്യക്തി 40 kg അല്ലെങ്കിൽ 80 kg ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തി ആദ്യം പ്ലേറ്റ് റിമൂവ് ചെയ്ത് തന്നെ അങ്ങ് ആൾറെഡി ടയർഡാവും. പിന്നെ ഇങ്ങനെ എക്സസൈസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും പ്ലേറ്റ് റിമൂവ് ചെയ്തിരിക്കണം. ഇന്നത്തെ നമ്മുടെ ലെഗ് ഡേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ലെഗ് ഡേയിൽ എല്ലാ ദിവസവും നിങ്ങൾ കാഫ് റൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യണം. കാരണം എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് കാഫ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഓവറോൾ ലെഗിന് നല്ലൊരു ഷേപ്പ് ലഭിക്കത്തുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും.